ഹലോ, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു കുട്ടി വീഡിയോയാണ്, സ്കിപ്പ് ചെയ്യാതെ കാണണം. ആദ്യമായി വരുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാനും, അതുപോലെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതും അറിയിക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇത് നമ്മുടെ ഇന്നലത്തെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റി. അപ്പം ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ലായിരുന്നു നമ്മുടെ കിണറിലെ വെള്ളമൊക്കെ വറ്റി വരുക എന്നുള്ളത്. അപ്പോൾ തീരെ ഇല്ല കേട്ടോ. ഒരു 3 കലം 2 കലം 3 കലം അത്രയൊക്കെ കിട്ടത്തുള്ളൂ ഇപ്പം. പിന്നെ നമ്മൾ വെള്ളം മേടിക്കുകയൊക്കെ ചെയ്തത്. ഇതിനിടയ്ക്ക് കിണറ്റിൽ പൊട്ടി കിണറ്റിൽ വീണ് പോയി കേട്ടോ. അപ്പം പിന്നെ വെള്ളം ഒരു 2-3 കലം വെള്ളമൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അതാണെങ്കിൽ മൊത്തം കലങ്ങിപ്പോയി കേട്ടോ. പൊട്ടിപ്പോയപ്പോൾ എന്തോ പറ്റി, ചെന്ന് മോട്ടറിൽ ഇടിച്ചിട്ട് ആകെ പ്രശ്നമായി കേട്ടോ. അപ്പോൾ നല്ല ആഴമുള്ള കിണറാണ്. അപ്പോൾ വരുന്നവർക്കാണെങ്കിൽ ഇറങ്ങാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല രീതിയിൽ കിണറിൽ പണിയുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ ഉള്ളവരൊക്കെ ആണെങ്കിൽ പേടിയാവും കേട്ടോ. കിണർ കാണുമ്പോഴേ പേടി. അതേപോലെ തന്നെ രാവിലെ എണീറ്റിട്ട് അരിയൊക്കെ അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ട് കിടക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ കാപ്പിയൊക്കെ ഉണ്ടാക്കാൻ പോകണം. തലേന്ന് കുറച്ച് പയറെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. ഉണക്കപ്പയറുണ്ടല്ലോ, വൺപയർ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ കഴുകിയിട്ട് കുക്കറിലേക്ക് ആക്കി വെച്ചെടുത്തിട്ടുണ്ട്, തോരൻ വെക്കാനാണ് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മൾ ഇഡ്ഡലിയാണെന്ന് കാപ്പിക്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇതും കൂടെ നോക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് പട്ടി ഉരയ്ക്കുന്നത് കാരണം കട്ട് ചെയ്തിട്ടാണ് കേട്ടോ സൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം കാണാൻ നിങ്ങൾക്ക് സാധിക്കും. ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നത് സൗണ്ട് കൊടുക്കുമ്പോഴാട്ടോ. എന്തെങ്കിലും സൗണ്ട് അതിൻ്റെ ഇടയിലൊക്കെ വന്നു കഴിഞ്ഞാൽ പട്ടി കുരയ്ക്കുന്നതാണ് മെയിനായിട്ട് ഇവിടെ കേൾക്കാറുള്ളത് കേട്ടോ. അപ്പോഴത്തേക്കും സൗണ്ട് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്ത് മാറാവുന്നതേ ഉള്ളൂ കേട്ടോ. 2 മണിക്കൂറെങ്കിലും വേണം നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സൗണ്ട് കൊടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. അത് ഈ പട്ടിയുടെ ശല്യമാണ് കേട്ടോ, മറ്റൊന്നുമല്ല. പിന്നെ അതേ ഇഡ്ഡലിക്ക് മാവ് നമ്മൾ തലേന്ന് തന്നെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉഴുന്ന് കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ കറിയായിട്ട് ഉണ്ടാക്കുന്നത് ചട്നി കേട്ടോ. അപ്പോൾ എളുപ്പപ്പണി അതാണ്. മറ്റുള്ള പണികളൊക്കെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം ഇന്നലെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയായിരുന്നു. ഇന്നലെ സ്കൂളിൽ പോയിട്ട് വന്നതിന് ശേഷം പിന്നെ ഒരു വീഡിയോയും അങ്ങോട്ട് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. രാവിലെ തന്നെ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. മീനെന്ന് പറയുന്നത് ആറ്റുമീനായിരുന്നു കേട്ടോ കിട്ടിയത്. ആറ്റുമീൻ കഴിക്കാത്തവരും കാണും, കഴിക്കുന്നവരും കാണും കേട്ടോ. എൻ്റെ ഉമ്മച്ചി കഴിക്കത്തില്ല. എൻ്റെ ഉമ്മച്ചിക്ക് വേണ്ടി മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. വയറിന് അസുഖമൊക്കെ ഉള്ളവർക്ക് നല്ലൊരു ഔഷധ ഗുണമുള്ള സാധനമാണ് ഈ ആറ്റുമീൻ എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ ഉമ്മച്ചി കഴിച്ചിട്ടില്ല കേട്ടോ. എന്നാലും നമ്മളൊക്കെ കഴിച്ചു. അപ്പോൾ രാവിലെ ആണെങ്കിൽ വെള്ളം കോരുന്നുണ്ടല്ലോ. ഈ വെള്ളം കോരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. തൊട്ടി എന്തായാലും പൊട്ടിപ്പോയി. പകുതി കയറോടുകൂടി പൊട്ടിപ്പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേറൊരു കയറും കൂടെ ഒന്ന് ഏച്ച് കെട്ടി കൊടുത്തിട്ടാണ് പിന്നെ വെള്ളമൊക്കെ കോരിയെടുത്തത്. മൊത്തം കലക്ക വെള്ളമായിരുന്നേ. പിന്നെ നമ്മൾ വെള്ളം വരുത്തിച്ചായിരുന്നു. അപ്പോൾ വെള്ളം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എന്തോ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഇപ്പോൾ 7-8 മാസം ആയല്ലോ നമ്മൾ കിണറ്റിൽ വെള്ളം ഉണ്ടായിരുന്നല്ലോ. മഴയൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ വെള്ളം മേടിപ്പൊന്നും വേണ്ടായിരുന്നല്ലോ. അപ്പോൾ ടാങ്ക് ആണെങ്കിൽ കുറച്ച് ലീക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളം നിറഞ്ഞതിന് ശേഷം കേട്ടോ ഞങ്ങളത് ശ്രദ്ധിക്കുന്നത്. വെള്ളം ഇങ്ങനെ തുള്ളി ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുന്നു. പിന്നെ അതും ഒരു പണിയായിരുന്നു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വെച്ചിട്ടുള്ള ഓവുണ്ടല്ലോ, ഓവിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടി അടർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ അത് പൈപ്പ് നല്ല രീതിയിൽ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിൽ വെള്ളം നിൽക്കത്തുള്ളായിരുന്നു. പിന്നെ ആളിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പണിയും ഇതിനിടയ്ക്ക് കിട്ടിയതുകൊണ്ട് അതിൻ്റെ പുറകിലൊക്കെ നടന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ എടുപ്പൊന്നും നടന്നില്ല. അപ്പോൾ ഇത് ഇവിടെ ഇഡ്ഡലിയൊക്കെ ആദ്യത്തെ തട്ടിൽ വെച്ച് കൊടുത്തിട്ടോ. ഇഡ്ഡലി തട്ടിൽ നിന്നും പെട്ടെന്ന് വീണ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഒട്ടിപ്പിടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. കുറച്ച് പച്ചവെള്ളം ഒന്ന് തളിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇഡ്ഡലി നമ്മൾ പുഴുങ്ങി കഴിഞ്ഞിട്ട് എടുത്ത് വെക്കുമല്ലോ. എടുത്ത് വെക്കുന്ന സമയത്ത് ആ തട്ടിലേക്ക് ഇഡ്ഡലിയുടെ മേളിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലി അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ചട്നി റെഡിയാക്കി എടുത്തു കേട്ടോ. പിന്നെ ഇന്നലെ വൈകുന്നേരം എനിക്ക് ഒരു കേക്ക് ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. നമ്മൾ വാനില കേക്കാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് മുന്നേയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് കേക്ക് ഫ്ലോപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കിയതെല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 4 നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടി. വാനില കേക്ക് ഇന്നലെയാണ് റെഡിയായി കിട്ടിയത്. ഇന്നലെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. നല്ല അടിപൊളിയായിട്ട് നല്ല സ്പോഞ്ചായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നേ.
അപ്പോൾ ഇതേ നമ്മുടെ ചട്ടിണി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. വെള്ളച്ചട്ടിണി ആട്ടോ ഉണ്ടാക്കിയത്. ഇന്നലെയോ മിനിഞ്ഞാന്നോ നമ്മുടെ ഏതോ ഒരു പഴയ വീഡിയോസിനാണെന്ന് തോന്നുന്നു കേട്ടോ, ഏതോ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനും ചാനൽ തുടങ്ങി ഒരുപാട് ആഗ്രഹിച്ച് തുടങ്ങിയതാണ്, പക്ഷേ അതിൽ വീഡിയോ ഇപ്പോൾ ഇട്ടിട്ട് ഒത്തിരി നാളായിരുന്നേ. അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നവർ ചാനൽ തുടങ്ങിയിട്ട് പകുതി വെച്ച് നിർത്തിപ്പോയവരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരിക്കലും വീഡിയോസ് മുടക്കരുത് കേട്ടോ. നമ്മൾ ഒരു 10, 15 ഇല്ലെങ്കിൽ 20, 30 അല്ലെങ്കിൽ ഒരു 100, 200 ആവട്ടെ, വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വ്യൂസ് കയറുന്നില്ല, അതല്ലാന്നുണ്ടെങ്കിൽ കമൻറ്റ്സ് വരുന്നില്ല, ലൈക്ക് കിട്ടുന്നില്ല, സബ്സ്ക്രൈബേഴ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പകുതി വെച്ചിട്ടൊന്നും നിർത്തി പോകരുത് കേട്ടോ. അത് വലിയ മണ്ടത്തരമാണ്. നമ്മളെന്തായാലും തുടങ്ങി, അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് സബ്സ്ക്രൈബേഴ്സും അതുപോലെ വ്യൂസും ഒക്കെ കൂടത്തുള്ളൂ. യൂട്യൂബ് തന്നെ നമുക്ക് വ്യൂസ് കൊണ്ടുവരും കേട്ടോ. നമ്മൾ വീഡിയോ ഇട്ട് കൊടുക്കുക, യൂട്യൂബാണ് മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോസ് എന്നും ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് യൂട്യൂബ് തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കത്തുള്ളൂ. അപ്പോഴേ നമുക്ക് വ്യൂസ് കൂടും. 20 പേരെ ഉള്ളെങ്കിൽ അത് നാളേക്ക് 30 പേര് ആക്കുന്നത് യൂട്യൂബാണ് കേട്ടോ. നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക, നമുക്ക് കഴിയുന്നതിൽ നിന്നും പരമാവധി വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, സ്ഥിരമായിട്ട് നിങ്ങൾ വീഡിയോ ഇടുക, അതുപോലെ ഒരേ ടൈം തന്നെ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് പാത്തുന് ചോറൊക്കെ റെഡിയാക്കി കേട്ടോ. പയറ് തോരനും മോരുകറിയും മുട്ടയൊക്കെ പൊരിച്ചിട്ട് പാത്തുന് ചോറൊക്കെ റെഡിയാക്കിയിട്ട് പാത്തുൻ്റെ മേലൊക്കെ കഴുകി വൃത്തിയാക്കി ഒരുക്കി റെഡിയാക്കി സ്കൂളിലേക്ക് വിട്ടതിന് ശേഷം നമുക്ക് തൊട്ടി എടുക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇവരാണെങ്കിൽ വന്ന് കിണറിൻ്റെ ആഴം നോക്കിയപ്പോൾ അവർക്ക് പേടിയായി. ഇവർ കിണറിൽ ഇറങ്ങിയില്ല കേട്ടോ. അവർക്ക് എന്തോ, നമുക്ക് തന്നെ പുറത്തു നിന്ന് നോക്കുമ്പോഴത്തേക്കും കിണറിനകം ഭയങ്കര ആഴമല്ലേ, അതുകൊണ്ട് താഴോട്ട് ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. കാണുമ്പോഴത്തേക്ക് ഇച്ചിരി പേടിയാവും, നല്ല പേടിയാവും. അപ്പോഴത്തേക്ക് അവർക്ക് ഇറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു, അതുകൊണ്ട് അവർ ഇറങ്ങിയില്ല. പിന്നെ പാതാളക്കരണ്ടിയൊക്കെ വെച്ചിട്ട് എങ്ങനെയൊക്കെയോ അത് തൊട്ടി പുറത്തെടുത്ത് കേട്ടോ. പിന്നെ നമുക്ക് രാവിലെ കിട്ടിയ മീനാണ് കേട്ടോ. 7 മണിയൊക്കെ ആയപ്പോൾ അപ്പോൾ പാല് മേടിക്കാൻ പോയപ്പോൾ കൊണ്ടുവന്ന മീനാണ്. ഇതാണ് ആറ്റുമീൻ കേട്ടോ. ഇതിൻ്റെ പേരൊന്നും ശരിക്കും എനിക്ക് അറിയത്തില്ല. ശരിക്കും നല്ല എനിക്കിതിൻ്റെ ഒരു പേരും അറിയത്തില്ല കേട്ടോ. പാപ്പാക്ക് എല്ലാത്തിൻ്റെയും പേരറിയാം, എനിക്ക് പേരറിയത്തില്ല. എന്നിരുന്നാലും കഴിക്കാൻ അടിപൊളി ടേസ്റ്റുള്ള മീനുകളാണ് കേട്ടോ. ഇതെല്ലാം വയറിന് എല്ലാ രോഗങ്ങൾക്കും, നല്ല വയർ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും നല്ല ഔഷധ ഗുണമുള്ള സാധനമാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടേ. പിന്നെ യൂട്യൂബിൽ തന്നെ ഒത്തിരി ഉണ്ടല്ലോ ഇതിനെപ്പറ്റിയുള്ള വീഡിയോസൊക്കെ ഒത്തിരി കിടക്കുന്നത് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് പോവുക കേട്ടോ. തേങ്ങ അരയ്ക്കുന്ന കറിയല്ല, നല്ല മുളക് കറി വെക്കാനായിട്ട് പോവുകയാണ്. അത് കുരുമുളകാണ് അധികമായിട്ട് വേണ്ടത് കേട്ടോ. നല്ലതുപോലെ കുരുമുളക് വേണം. അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഞാൻ നേരത്തെ അങ്ങ് പൊടികളിട്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ വീഡിയോ എടുക്കുക എന്നുള്ള കാര്യം ഓർക്കുന്നത്, ഈ ടാങ്ക് ശരിയാക്കാൻ ആൾ വന്നപ്പോഴും തൊട്ടിയെടുക്കാൻ ആൾ വന്നപ്പോഴും പിന്നെ അതിൻ്റെ പുറകെ നടന്നതുകൊണ്ട് തന്നെ പൊടികൾ ഇട്ട് വെച്ചതിന് ശേഷം പിന്നെ ഓർക്കുന്ന കേട്ടോ, വീഡിയോ എടുത്തില്ലല്ലോ എന്നുള്ളത്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എടുക്കാവൂ കേട്ടോ. കാരണം നമുക്ക് കുരുമുളക് വേണമല്ലോ, അതുകൊണ്ട് കുരുമുളക് ഒരു 3 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അമ്മച്ചി ഈ മസാലയെല്ലാം എടുത്ത് തന്നു കേട്ടോ. അത് പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 അല്ലി വെളുത്തുള്ളി. വലുതാണെങ്കിൽ ഒരു 10 എണ്ണം എടുത്താൽ മതി, ചെറുതാണെങ്കിൽ ഒരു കുടം വെളുത്തുള്ളി എടുത്താലും കുഴപ്പമില്ല കേട്ടോ. വെളുത്തുള്ളി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇത് ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇടണം കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒന്ന് ചൂടാക്കി പൊടിച്ചാലും കുഴപ്പമില്ല. ഇവിടെ ചൂടാക്കിയിട്ടാണ് പൊടിച്ചെടുത്തത്. ഒന്ന് ചൂടാക്കി പൊടിച്ചെടുക്കുക. അതിന് ശേഷം ഒരു 10-15 അല്ലി കൊച്ചുള്ളി എടുക്കണം. പിന്നെ ഒരു 3 തക്കാളി എടുക്കണം. തക്കാളി നമ്മൾ അരിഞ്ഞിട്ടിട്ട് നല്ല രീതിയിൽ ഈ മസാലയുടെ കൂടെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഈ കറി വെക്കണമെങ്കിൽ ഈ മീനിന് കൂടുതലായിട്ട് കുരുമുളകാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ കുരുമുളക് കുറച്ച് അമിതമായിട്ട് തന്നെ നമ്മൾ എടുക്കണം. എടുത്തേക്ക് മാത്രമേ ഈ മസാല ഇതിലേക്ക് ഈ കുരുമുളകിൻ്റെ ഈ ഒരു എരിവൊക്കെ ഈ മീനിലേക്ക് പിടിക്കത്തുള്ളൂ. നല്ല മാംസമുള്ള മീനും ഉണ്ട്, നല്ല മുള്ളുള്ള മീനും ഉണ്ട് കേട്ടോ. നല്ല മാംസമുള്ള മീനാണ് ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുരുമുളക് വേണം. പിന്നെ നമ്മൾ കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. കുടംപുളി ഒരു കുറച്ച് നേരം ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയിട്ട് ചൂടുവെള്ളത്തിലിട്ടാൽ മതി. ഇട്ടതിന് ശേഷം നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ സാധാരണ മീൻകറി വെക്കുന്നത് പോലെ ആവശ്യത്തിന് ഉപ്പിടുക. നല്ല രീതിയിൽ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഇത് നല്ല കുറുകിയിരിക്കണം കേട്ടോ. കുറുകിയിരുന്നെങ്കിൽ മാത്രമേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. മസാലയൊക്കെ ആ മീനിൽ ഇങ്ങനെ പിടിച്ച് നല്ല കുറുകിയിരിക്കണം ഈ മീൻ കറി. അപ്പോൾ ഇതിന് മുന്നേയും ഞാൻ ആറ്റുമീൻ കറി റെസിപ്പി കാണിച്ചിട്ടുണ്ട്. അത് തേങ്ങ വറുത്തരച്ചാണെന്ന് തോന്നുന്നു കേട്ടോ, അത്ര ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ രാവിലെ മുതൽ വെള്ളത്തിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആകെ കിട്ടിയതെന്ന് പറയുന്നത് ഒരു 3 കലം വെള്ളമായിരുന്നു കേട്ടോ കിണറ്റിൽ നിന്ന്.
അപ്പോഴത്തേക്കും ആണല്ലോ തൊട്ടിയൊക്കെ പൊട്ടി പോയത്. 3 കലം വെള്ളമായിരുന്നു കേട്ടോ. അത് നമ്മൾ ചോറ് വെക്കാനും പാത്രങ്ങൾ കഴുകാനും കുടിക്കാനും ഒക്കെ തിളപ്പിക്കാനും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഒരു 10-11 മണിയായപ്പോഴത്തേക്ക് നമുക്ക് വെള്ളം കൊണ്ട് ആൾ വന്ന് നമ്മൾ ടാങ്കിൽ ഒഴിച്ചപ്പോഴത്തേക്കും പകുതിയോളം വെള്ളം അങ്ങ് പോയി കേട്ടോ. ഞങ്ങളത് ശ്രദ്ധിച്ചതും ഇല്ലായിരുന്നേ. വെള്ളം ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുക എന്നുള്ളത് കാര്യം ശ്രദ്ധിച്ചില്ലായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് വെള്ളം ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുക എന്നുള്ള കാര്യം. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ കന്നാസ് ഇരിപ്പുണ്ടായിരുന്നു, വലിയ കന്നാസ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ, അവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ വെള്ളത്തിന് അത്യാവശ്യം വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ കന്നാസുകളിലാണ് വെള്ളം നിറച്ച് വെക്കുന്നത്, സ്റ്റോക്ക് ചെയ്ത് വെക്കത്തില്ലേ, അത് ഇതിലാണ് കേട്ടോ. പിന്നെ ടാങ്കിൽ നിന്ന് വെള്ളം കോരിയിട്ട് കന്നാസുകളിൽ മാറ്റി കേട്ടോ. മുക്കാൽ വെള്ളവും പോയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും കിട്ടിയ വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും സമയം കൂടെ പോയതുകൊണ്ട് നമുക്ക് ഇന്നലെ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും പറ്റിയില്ല. എടുത്ത അല്ലറ ചില്ലറ വീഡിയോയാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ടത് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മീനും കൂടെ വറുക്കാനും കൂടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അത് നമ്മൾ മീൻകറി വെച്ച മസാല ഉണ്ടല്ലോ, ആദ്യം ഒന്ന് പൊടിച്ചായിരുന്നല്ലോ, അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ പൊടിയൊന്നും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് നാരങ്ങാനീരും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഇതിലേക്ക് മസാല തേച്ച് പിടിപ്പിച്ചത്. കുറച്ച് നേരം വെക്കണം നമ്മൾ, അപ്പോൾ തന്നെ എടുത്ത് പൊരിക്കാൻ നിൽക്കരുത് കേട്ടോ. ഈ മീനിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അത്യാവശ്യം നല്ല മാംസമുള്ള മീൻ ഉള്ളതുകൊണ്ട് നല്ലതുപോലെ മസാലയൊക്കെ പിടിക്കണമല്ലോ, അതുകൊണ്ട് കുറച്ച് നേരം വെക്കണം. വെച്ചതിന് ശേഷം മാത്രമേ അത് പൊരിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അകമൊക്കെ ഇങ്ങനെ മസാല പിടിക്കാതെ ഇങ്ങനെ വെളുവിളാന്നും പറഞ്ഞുകൊണ്ടിരിക്കും, കഴിക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇതേ നമ്മുടെ ടാങ്ക് പൊട്ടിയിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു അത് ശരിയാക്കി വെക്കാനൊക്കെ ആയിട്ട്. പിന്നെ എങ്ങനെ റമദാനെ വരവേക്കാൻ വേണ്ടിയിട്ടുള്ള നനച്ചുളിയൊക്കെ നിങ്ങളൊക്കെ തുടങ്ങിയോ? ഇവിടെ ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ വീടിനകമൊക്കെ ഒന്ന് കഴുകി ഇറക്കണം, വലയടിക്കണം. വലയടിക്കാനൊന്നും വലുതായിട്ടൊന്നുമില്ല, നമ്മൾ ആഴ്ചയിൽ എന്തായാലും വലയടിക്കുന്നതാണ് കേട്ടോ. നല്ല രീതിയിൽ വല കയറുമല്ലോ. അപ്പോൾ നമ്മൾ ആഴ്ചയിലൊക്കെ തൂക്കുന്ന സമയത്തൊക്കെ നമ്മൾ വലയും കൂടെ അടിച്ചിട്ടാണ് തൂത്ത് വരുന്നത്. അതുകൊണ്ട് അങ്ങനെ വലിയ പണികളൊന്നുമില്ല. എന്നിരുന്നാലും നൊയമ്പൊക്കെ ആയതുകൊണ്ടും നമ്മൾ എന്തായാലും നല്ല രീതിയിൽ വൃത്തിയാക്കി ഇടണമല്ലോ. അപ്പോൾ ഇനിയുള്ള വീഡിയോ അതൊക്കെ ആയിരിക്കും, ക്ലീനിങ്ങും ഒക്കെ ആയിരിക്കും കേട്ടോ കൂടുതലായിട്ടും. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതിൻ്റെ ആ ഒരു നെയ്യ് തന്നെ തെളിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കറി ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കുറുകിയ അടിപൊളി കറിയായിരുന്നു, നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു കേട്ടോ ഇന്നലത്തെ വിശേഷമൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ.